കേരള രാഷ്ട്രീയത്തിൽ അച്ചടക്കത്തിന്റെ ആൾരൂപമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM-നുള്ളിൽ പുകയുന്ന ആഭ്യന്തര കലഹങ്ങൾ ഇപ്പോൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെ പോലെ ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്ന ഒരു പാർട്ടിയല്ല CPM എന്ന് നമുക്കറിയാം. AKG സെന്ററിൽ ഇരിക്കുന്നവർ എന്ത് തീരുമാനിക്കുന്നുവോ അത് താഴെത്തട്ടിലുള്ള അണികൾ അനുസരിക്കണമെന്ന കേഡർ സംവിധാനമാണ് ആ പാർട്ടിയുടെ കരുത്തായി പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ആ കരുത്ത് ചോർന്നുപോയിരിക്കുന്നു. പാർട്ടി നേതാക്കൾ തന്നെ സ്വന്തം നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അധികാരത്തിന്റെ തണലിൽ അഴിമതിയും വർഗീയ പ്രീണനവും നടത്തുന്ന ഒരു പറ്റം നേതാക്കൾക്കെതിരെ പാർട്ടിക്കുള്ളിലെ തന്നെ വിശ്വസ്തരായ പഴയ തലമുറയിലെ നേതാക്കൾ വിസിൽ മുഴക്കി തുടങ്ങിയിരിക്കുന്നു. സജി ചെറിയാനെയും AK ബാലനെയും പോലുള്ള നേതാക്കളുടെ വാവിട്ട വാക്കുകൾ പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വശത്ത് മതേതരത്വം പ്രസംഗിക്കുകയും മറുവശത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന സജി ചെറിയാന്റെ രീതി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും പിന്നീട് മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറുകയും ചെയ്തുവെങ്കിലും സജി ചെറിയാന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലെ വർഗീയ വിഷം കലർന്ന പ്രയോഗങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷത്തിന് കാരണമായി. AK ബാലനാകട്ടെ അനാവശ്യമായ ന്യായീകരണങ്ങളിലൂടെ പാർട്ടിയെ പരിഹാസ്യനാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം നേതാക്കളുടെ പ്രകടനങ്ങൾ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്നു എന്ന് മുതിർന്ന നേതാക്കൾ വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ നിന്ന് ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ പാർട്ടിയെ കൂടുതൽ ഞെട്ടിക്കുന്നത്. രക്തസാക്ഷി ഫണ്ടുകൾ പോലും വെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി നേതാക്കൾ അധപ്പതിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർട്ടിക്കായി ജീവൻ ബലി നൽകിയവരുടെ പേരിൽ സമാഹരിച്ച തുക പോലും സ്വന്തം പോക്കറ്റിലാക്കുന്ന MLA-മാർക്കും പ്രാദേശിക നേതാക്കൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്നത് മറ്റാരുമല്ല, പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും തീവ്ര നിലപാടുകളുള്ള മതസംഘടനകളെയും CPM കൂട്ടുപിടിക്കുന്നു എന്ന പാലോളിയുടെ തുറന്നു പറച്ചിൽ AKG സെന്ററിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. പാർട്ടി അതിൻ്റെ ആദർശങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചു എന്നതിൻ്റെ തെളിവാണ് പാലോളിയെപ്പോലുള്ള നേതാവിൻ്റെ ഈ പൊട്ടിത്തെറി. ഒരു വശത്ത് മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് പിണറായി വിജയനും സംഘവും വമ്പൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുമ്പോൾ മറുവശത്ത് പാർട്ടിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. സാധാരണക്കാരായ അണികൾക്ക് നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫണ്ട് വെട്ടിപ്പും വർഗീയ പ്രീണനവും ഗ്രൂപ്പ് പോരും പാർട്ടിയെ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ നിന്ന് വെറും ആൾക്കൂട്ടമായി മാറ്റിയിരിക്കുന്നു. പാലോളി ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിപരമല്ല, മറിച്ചത് പാർട്ടിയുടെ നയപരമായ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നേതാക്കൾ പരസ്യമായി പരസ്പരം ചെളിവാരി എറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ CPM-ലുള്ളത്. താഴെത്തട്ടിലെ സഖാക്കൾ ചോര നീരാക്കി വളർത്തിയ ഒരു പ്രസ്ഥാനം അധികാരമോഹികളായ ഏതാനും നേതാക്കളുടെ കയ്യിലെ കളിപ്പാവയായി അത് മാറിയിരിക്കുന്നു. കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, മറിച്ച് ആ പാർട്ടിയുടെ ധാർമ്മിക തകർച്ചയുടെ ആഴം കൂടി വ്യക്തമാക്കുന്നതാണ്. മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്ന ഈ സത്യങ്ങൾ മൂടിവെക്കാൻ AKG സെന്ററിന് ഇനി അധികകാലം കഴിയില്ല. അച്ചടക്കത്തിന്റെ വാൾ വീശി വായടപ്പിക്കാൻ ശ്രമിച്ചാലും അഴിമതിയും വർഗീയതയും മുഖമുദ്രയാക്കിയ പുതിയ കാലത്തെ CPM നേതാക്കൾക്കെതിരെ ജനവികാരം ഉയർന്നു കഴിഞ്ഞു. മൂന്നാം ഊഴമെന്ന സ്വപ്നം കാണുമ്പോഴും പാർട്ടിയുടെ അടിത്തറ തകരുന്നത് തടയാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം.